ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണ് എന്നാണ് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്. ഇതാണ് മുജാഹിദ് കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ മുജാഹിദുകൾക്കെതിരെ വെറുതെ ആരോപണം ഉന്നയിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ? ഒന്നുകൂടെ ആവർത്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണ് എന്നാണ് ഖുർആൻ ശരീഫിൽ പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണ് എന്നാണ് ഖുർആൻ ശരീഫിൽ പറഞ്ഞത്. ഖുർആൻ ശരീഫ് അങ്ങനെ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് താങ്കൾ ഓതിയ ആയത്തിന്റെ ശരിയായ വ്യക്ത പഠിക്കാത്തതിന്റെ പേരിലാണ്. നിങ്ങളൊരു മനുഷ്യനായതുപോലെ ഞാനും ഒരു മനുഷ്യനാണ്. പക്ഷേ എനിക്കൊരുപാട് അത്ഭുത സംഭവങ്ങൾ, അസാധാരണത്വം നൽകപ്പെടാനുള്ള കാരണം എനിക്ക് സൃഷ്ടാവുമായി നിങ്ങളെ ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ റസൂലാണ് എന്നതിന്റെ പേരിലാണ്. നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരാണ് എന്ന് ഒരിക്കലും ഈ ആയത്തിന് അർത്ഥമല്ല. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് വേറൊരു ആയത്തിന് കാണാം, ഏതേലും മൃഗങ്ങളാവട്ടെ പക്ഷികളാവട്ടെ നിങ്ങളെപ്പോലുള്ള ഉമ്മത്തുകളാണെന്നാണ്. നമ്മളൊക്കെ പോത്തുകളാണ് അതിന്റെ മേന. നമ്മളൊക്കെ മൃഗങ്ങളാണ് എന്നാണോ അതിന്റെ അർത്ഥം? അല്ലല്ലോ. അള്ളാഹുവിന്റെ ഭക്ഷണം ആർജിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന, അള്ളാഹു നൽകുന്ന ഭക്ഷണം ഉപയോഗപ്പെടുത്തുന്ന ജീവികളെ പോലെ നിങ്ങളും അതുപോലെ അള്ളാഹുവിന്റെ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ കാണിക്കുന്ന ജീവികളാണ് എന്ന് അർത്ഥമുള്ളൂ. അതിന്റെ അർത്ഥം മനുഷ്യർ മൃഗങ്ങളാണെന്നോ മൃഗങ്ങൾ മനുഷ്യരാണോ എന്നോ അല്ല. നബി തങ്ങൾ സാധാരണക്കാരനാണെന്നോ അല്ല. സാധാരണക്കാരൻ ആണ് എന്നൊരിക്കലും താങ്കൾ ഉപയോഗിച്ച ആയത്തിലില്ല. മാത്രമല്ല ഈ വിശുദ്ധ ഖുർആനിനെ വിശദീകരിക്കാൻ യുക്തരായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നി ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ളവനല്ല. ഇന്നി ലസ്തു കഹയ്യത്തിക്കും, ഞാൻ നിങ്ങൾ ഒരാളെ പോലെയുമല്ല. ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങൾ ഒരാളെ പോലെയുമല്ല. അയ്യക്കും മിസ്ലി, ആരുണ്ട് നിങ്ങളിൽ എന്നെ പോലെ? മുജാഹിദുകൾ പറഞ്ഞു ഞങ്ങളുണ്ട് നിങ്ങളെ പോലെ. അതാണ് അതിന്റെ മേന. ഒരു അബ്ദുള്ളയുടെയും ഒരു ആമിനക്കുട്ടിയുടെയും മകനായി സാധാരണ ജനിക്കുന്നത് പോലെ ജനിക്കും, സാധാരണ ജീവിക്കും പോലെ ജീവിക്കുന്നു എന്നല്ലേ പറയുന്നത്. അവിടുത്തെ കാഴ്ചയും കേൾവിയും ഒക്കെ സാധാരണമാണ് എന്നല്ലേ മുജാഹിദിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറഞ്ഞത്. ആലോചിച്ച് നോക്കൂ. ഈ ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹം പറഞ്ഞതെന്താണ്? കാഴ്ചയും കേൾവിയും ഒക്കെ സാധാരണമാണെന്ന്. ഹബീബായ നബി തങ്ങൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ശബ്ദം കേൾക്കുന്ന ചെവിയായിരുന്നു, കേൾവി ശക്തിയായിരുന്നതായിരുന്നത്. അവിടുത്തെ കാഴ്ചയോ മറ്റുള്ള ആളുകളുടെ ഹൃദയത്തിലുള്ള ഖുശൂ പോലും കാണാൻ കഴിഞ്ഞിരുന്ന, ഭയഭക്തി പോലും കാണാൻ കഴിഞ്ഞിരുന്ന, ജിബ്രീലിനെ കാണാൻ കഴിഞ്ഞിരുന്ന, മലക്കൂത്ത് കാണാൻ കഴിഞ്ഞിരുന്ന, ഇരുന്ന ഇരയിൽ വെച്ച് ബൈത്തുൽ മുഖദ്ദസിന്റെ തൂണുകളും ജനലുകളും കാണാൻ കഴിഞ്ഞിരുന്ന കണ്ണുകളാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ അവിടുത്തെ മുടി അസാധാരണമായിരുന്നു, അവിടുത്തെ കാൽപാദം അസാധാരണത്വമുള്ളതായിരുന്നു, പലതരത്തിലും എല്ലാ നിലക്കും അസാധാരണത്വമുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് ഹബീബായ നിമിത്തങ്ങൾ മറ്റു ജനങ്ങളിൽ നിന്ന് വ്യതിരക്തമാക്കുന്ന അസാധാരണത്വങ്ങൾ സമാഹരിക്കപ്പെട്ട ഖസായിസുൽ കുബറ പോലെയുള്ള കിതാബുകൾ, നവാദിഉൽ ഉസൂൽ അഖ്ബാറുൽ റസൂൽ പോലെയുള്ള ഗ്രന്ഥങ്ങൾ ലോകത്ത് പണ്ഡിതന്മാർ, മഹാരഥന്മാർ, മുഹദ്ദിസുകൾ രചിക്കാനുള്ള കാരണം ഏതായിരുന്നാലും നബി തങ്ങൾ അസാധാരണക്കാരനാണ്, സാധാരണക്കാരനല്ല. താങ്കൾ ഓതിയ ആയത്തിൽ അതിൽ ഒരിക്കലും ലഭിക്കുകയുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുഹീദ്ദീൻ ശൈഖിനെ മറ്റുമൊക്കെ മുജാഹിദുകാർ കാഫിറാക്കി എന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ട്. അതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ജമാഅത്തിന്റെ ആളുകൾ മറ്റാളുകളെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അവർ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ അവർക്ക് വിശ്വാസമുണ്ട് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും പ്രമാണത്തിന്റെ അടിസ്ഥാനമല്ല. അവരുടെ പ്രസിദ്ധീകരണങ്ങൾ പറയുന്നത്, അവരുടെ ഔദ്യോഗിക ദിക്വകൾ പറയുന്നത് അനുസരിച്ച് കൊണ്ടാണ് ബഹുമാനപ്പെട്ട മമ്പിയാക്കളെയും മൗലിയാക്കളെയും സംബന്ധിച്ച് അവരുടെ ആരോപണങ്ങൾ നമ്മൾ പറയാൻ കാരണം. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകളെ സംബന്ധിച്ച് കാഫിറാണ് എന്നോ അതല്ലെങ്കിൽ അനിസ്ലാമിക വിശ്വാസം വെച്ചുപുലർത്തുന്ന ആളാണ് എന്നോ സുന്നികൾ പറയുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തവും സ്പഷ്ടവുമായ തെളിവുണ്ട്. മുജാഹിദുകളുടെ ഔദ്യോഗിക പത്രമായ അൽമനാർ, ഇന്നും മൗലവി വിഭാഗം എന്ന ഔദ്യോഗിക മുജാഹിദുകളുടെ വിശ്വയായ അൽമനാർ എന്ന് പറയുന്ന അവരുടെ
പുസ്തകമാണ് അൽമനാർ. ആ അൽമനാറിലെ 1987 ഡിസംബർ മാസത്തിലെ അൽമനാറിൽ വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞത് കാണാം. യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായതമ എന്ന വാദത്തിന് ചെറിയ എന്ന ശ്രീ ശങ്കരാചാര്യരുടെ തത്വശാസ്ത്രം ശേഖിന്റെ ചിന്തയിൽ പിടിച്ചു. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ശ്രീ ശങ്കരാചാര്യരുടെ തത്വം ചിന്തയിൽ പിടിച്ച അനിസ്ലാമിക ആദർശം വെച്ചു പുലർത്തുന്ന വ്യക്തിയാണെന്ന് അൽമനാറിൽ വളരെ വ്യക്തമായി കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു. അപ്പറഞ്ഞതാണ് സുന്നികൾ സമൂഹത്തിന്റെ മുമ്പിൽ എടുത്തു കാണിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ പല സ്ഥലത്തും കാണിക്കാറുള്ള ഫോട്ടോസ്റ്റാറ്റാണ്. ഇതിന്റെ ഒറിജിനൽ കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇന്നുകൂടി ഞാൻ സലഫി മസ്ജിദിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അബ്ദുസലാം ഓറവി അതിനെ വളരെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഊപ്പിയിൽ നിന്ന് പകർത്തുന്നതാണ്, അല്ലാതെ അത് വേറെ ഡിഗ്രി പോയിട്ട് ഇങ്ങനെ ചെയ്തുണ്ടാക്കുന്നതല്ല. ഇങ്ങനെ എഴുതിയിട്ടില്ലാതെ നിഷേധിക്കാൻ കേരളത്തിൽ പിറന്നു വീട് ജീവിക്കുന്ന രണ്ട് കാര്യം നടക്കുന്ന ഏതെങ്കിലും മുജാഹിദുകൾക്ക് കഴിയുമെങ്കിൽ അവർ മുന്നോട്ട് വരില്ല. അതാണ് അപ്പൊ ഞങ്ങൾ തെളിയിക്കും. ഇങ്ങനെ മുജാഹിദ് എഴുതിയിട്ടില്ല. ഇത് മുജാഹിദിന്റെ അൽമനാറാണ്. 1980 ജൂലൈ ലക്കത്തിൽ ഇറങ്ങിയ അൽമനാർ. ആശീർവാദങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നതിൽ സുന്നികളുടെ പങ്ക് എന്ന പേരിൽ എഴുതിയ ലേഖനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചെയ്യുവതു നാരായണായതമ എന്ന ശ്രീ ശങ്കരാചാര്യരുടെ തത്വശാസ്ത്രം മുഹയ്യദ്ദീൻ ശൈഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചിരുന്നു എന്ന് പറയുന്നത് സഹോദരന്മാരെ മുജാഹിദിന്റെ അൽമനാറാണ്. ഈ ഒറിജിനൽ കോപ്പി തന്നെ കാണിച്ചാലേ തീരുവയുള്ളൂ എന്ന വാശിയൊന്നും മനുഷ്യരോട് പറയണ്ട. ഇത് ഇല്ല എന്ന് സ്ഥാപിക്കാൻ മുജാഹിദിന് കഴിയുമെങ്കിൽ മുജാഹിദിന് രണ്ട് കാലിൽ നടക്കുന്ന ഏത് കാര്യങ്ങളുണ്ടോ കഴിയുമെങ്കിൽ ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. വെറുതെ ആളുകളെ മുജാഹിദുകളുടെ അല്ലെങ്കിൽ സ്വന്തം അനുയായികളുടെ മുമ്പിൽ വെച്ച് നിഷേധിച്ചത് കൊണ്ട് മാത്രമായില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ കയ്യിൽ ഒറിജിനലും ഉണ്ട്, അല്ലാത്തതുകൊണ്ട് ഒന്നിലധികം കോപ്പിയുണ്ട്. പക്ഷെ ഇത് നിഷേധിക്കാൻ മുജാഹിദുകൾക്ക് കഴിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ കയ്യിലുള്ള ഒറിജിനൽ കോപ്പികളെല്ലാം കൂടി ഞങ്ങൾ മുഖാമുഖത്തിന് വരുമ്പോൾ കൊണ്ടുവരാണെങ്കിൽ ലോറി വിളിച്ച് വരേണ്ടി വരും. ഇപ്പൊ കാറ് വിളിച്ചതാണ് ഞങ്ങൾ വന്നിപ്പെടുന്നത്. അതുപോലെ ഒരു ലോറി തന്നെ വിളിച്ച് നമ്മൾ വരേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് മുജാഹിദിന്റെ മുഖപത്രത്തിൽ വ്യക്തമായി കൃത്യമായി പറഞ്ഞതാണ്. നിഷേധിക്കാൻ ഒരു മുജാഹിദിനും കഴിയില്ല. കഴിയുന്നവരുണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ. ഇല്ല എന്ന് നിഷേധിക്കുന്ന ആണത്തമുള്ള മുജാഹിദ് സംഘടനയുടെ മുജാഹിദ് പഠിക്കാതെ, മുജാഹിദിൽ ചേരാതെ, മുജാഹിദിനെ കുറിച്ച് മനസ്സിലാക്കാതെ അതാണ് ശരിയിൽ പുറത്തുനിന്ന് ചിന്തിച്ചത് കൊണ്ടായില്ല. അങ്ങനെയുള്ള ഒരൊറ്റ മുജാഹിദും ഇത് നിഷേധിച്ചിട്ടില്ല. ഇവിടെ എന്നല്ല, കേരളത്തിലെ എല്ലാ ഭാഗത്തും ഞങ്ങളിത് സാധിച്ചതാണ്, പറഞ്ഞതാണ്. നിഷേധിക്കാൻ ഒരു മുജാഹിദിനും കഴിഞ്ഞിട്ടില്ല, കഴിയുകയും ഇല്ല.